ഒരു പ്രൊഫഷനും ഒന്നിനേക്കാൾ വലുതോ ചെറുതോ ഒന്നുമല്ല എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പണി വരുന്ന വഴി. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ. അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രൊഫഷൻ ഏതാണെന്ന് വെച്ചാൽ നാനോ ടെക്നോളജിസ്റ്റ്. ഈ ഒരു പ്രൊഫഷനെ കുറിച്ച് എനിക്ക് കാര്യമായിട്ട് ഒന്നും അറിയില്ല, എന്നാലും ഞാൻ ഗ്യാദർ ചെയ്ത ഇൻഫർമേഷൻസ് വെച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. സോ ഈ നാനോ ടെക്നോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അവർ ജോബ് പ്രൊഫൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ റിസർച്ച് ചെയ്യുന്ന ഈ നാനോ സ്കെയിൽ, അതായത് 1 to 100 നാനോമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അത്രയും ചെറിയ സ്കെയിലിൽ പുതിയ റിസർച്ചും അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടും ഒരുപാട് പുതിയ സംഭവങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു ഇതിനെയാണ് നാനോ ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് മെഡിസിൻ, ഇലക്ട്രോണിക്സ്, എനർജി, മെറ്റീരിയൽ സയൻസ്, പിന്നെ എൻവയോൺമെൻറ്റൽ സയൻസ്, ഈ ഒരു എല്ലാ ഫീൽഡിലും ഇത് വളരെ ഇത് പഠിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നതുണ്ട് നാനോ ടെക്നോളജിസ്റ്റ്. അവർ ഈ നാനോ മെഡിസിൻ, ക്വാണ്ടം ഡോട്ട്സ്, നാനോ ഇലക്ട്രോണിക്സ് ആൻഡ് പിന്നെ അഡ്വാൻസ്ഡ് മെറ്റീരിയൽസൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് ഈ നാനോ ടെക്നോളജിസ്റ്റ് എന്നുള്ളത്. വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. അതോടുകൂടി അതേപോലെ തന്നെ നമുക്കറിയാം എല്ലാ വലിയ കാര്യങ്ങളും ചെറിയ 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 കാര്യങ്ങൾ കൊണ്ടാണ് വലുതാവുന്നതെന്നും. അപ്പോൾ അത്രയും 1 to 100 നാനോമീറ്റർ സ്കെയിലിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെറിയ കാര്യങ്ങൾ പഠിച്ച് അതിനെ ഡെവലപ്പ് ചെയ്ത് പല കണ്ടുപിടുത്തങ്ങളും ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ നാനോ ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഗ്ലോബലി എത്ര ആൾക്കാരുണ്ട്, ടോട്ടൽ ഈ നാനോ ടെക്നോളജിസ്റ്റ് എന്നുള്ളൊരു പ്രൊഫഷൻ എത്ര പേരുണ്ട് നോക്കിയാൽ ഇന്ത്യയിൽ ഏകദേശം 5000 to 10000 പേരാണ് ഇപ്പോൾ കറൻ്റ് ഉള്ളത്. ഭയങ്കര നീഷായിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. അതൊരു നമ്പേഴ്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ തന്നെ 50,000 50,000 to 1,00,000 വരെ ഉള്ള 50,000 to 1,00,000 ആൾക്കാരേ ഉള്ളൂ ഗ്ലോബലി വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ. മെയിൻലി ഇൻ റിസർച്ച് ആൻഡ് ഹൈ എൻഡ് ടെക് ഇൻഡസ്ട്രിയിലാണ് ഇവർ കൂടുതലുള്ളത്. അപ്പോൾ ഇവരുടെ ഈ നമ്പർ ഓഫ് പ്രൊഫഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അറിയാം ഭയങ്കര നീഷായിട്ടുള്ളൊരു പ്രൊഫഷനാണ് നാനോ ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ മിനിമം വേണ്ടത് BSc അല്ലെങ്കിൽ BTech ഇൻ നാനോ ടെക്നോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഓർ മെറ്റീരിയൽ സയൻസ് ആണ്. ഇതാണ് ഇതിൻ്റെ മിനിമം റിക്വയർമെൻറ്റ്. പിന്നെ ഇതിൻ്റെ ഹയർ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ MSc, MTech, PhD ഇൻ നാനോ ടെക്നോളജി അല്ലെങ്കിൽ നാനോ സയൻസ് ആണ് ഇതിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ. ഇതിന് വേണ്ടിയിട്ടുള്ള കീ സ്കിൽസ് എന്തൊക്കെയെന്ന് വെച്ചാൽ ലാബ് റിസർച്ച്, ഇലക്ട്രോ മൈക്രോസ്കോപ്പി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ കോമ്പ്യൂട്ടേഷണൽ മോഡലിംഗ്, ഇതൊക്കെയാണ് ഇതിൻ്റെ കീ സ്കിൽസ് വരുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് പറയാത്തത് എനിക്ക് ഈ ഫീൽഡിൽ കൂടുതൽ അറിയില്ല, ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇതാക്കുന്നു. അപ്പോൾ മിനിമം എഡ്യൂക്കേഷൻ റിക്വയർമെൻറ്റ് എന്താണെന്നറിയാം, ഹയർ സ്റ്റഡീസ്, ഇതിൻ്റെ ഓപ്ഷൻസ് എന്തായത്, കീ സ്കിൽസ് എന്തൊക്കെ. ഇനി നമുക്ക് ഇത് പഠിക്കാനുള്ള ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോളേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിലാണെങ്കിൽ IIT ബോംബെ MTech ഇൻ നാനോ ടെക്നോളജി നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ JNCASR ബാംഗ്ലൂർ, അത് PhD ഇൻ നാനോ സയൻസ്, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ളൊരിതാണ്. പിന്നെ അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ നോയിഡയിൽ BTech ഇൻ നാനോ ടെക്നോളജി. ഇതാണ് ഇന്ത്യയിൽ ഇത് പഠിക്കാൻ പറ്റുന്ന ബെസ്റ്റ് കോളേജസ്. ഇനി അതല്ലാതെ നിങ്ങൾക്ക് കോളേജസ് അറിയാമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. ഇനി വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ MIT USA നാനോ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നുള്ള കോഴ്സ് ഉണ്ട് USA വെരി ഫേമസ് വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ. പിന്നെ ETH സുർച്ചി സ്വിറ്റ്സർലാൻഡിലാണ് മെറ്റീരിയൽ സയൻസ് ആൻഡ് നാനോ ടെക്, അതാണ് ആ കോഴ്സിൻ്റെ പേര്. പിന്നെ ഉള്ളത് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ NUS, സിംഗപ്പൂരിലാണ് നാനോ ടെക്നോളജി പ്രോഗ്രാം. ഇപ്പോൾ USA, സ്വിറ്റ്സർലാൻഡ് ആൻഡ് സിംഗപ്പൂരാണ് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കോളേജ്. ഇതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് കോളേജസ് ഈ നാനോ ടെക്നോളജി പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ, പിന്നെ അതേപോലെ ഡിഫിക്കൽട്ടി ലെവൽ നോക്കുകയാണെങ്കിൽ BTech അല്ലെങ്കിൽ BCA ഇൻ നാനോ ടെക്നോളജി 4 years കോഴ്സാണ്. ഹെവി ഓൺ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് എഞ്ചിനീയറിംഗ്, ഫിസിക്സും കെമിസ്ട്രിയും എഞ്ചിനീയറിംഗും ആണ് ഇതിൻ്റെ കോറായിട്ടുള്ള സബ്ജക്ട്സ്. പിന്നെ MTech അല്ലെങ്കിൽ MSc എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 yearsൻ്റെ, അത് മെയിൻലി റിസർച്ച് ബേസ്ഡ് ആണ്. പിന്നെ PhD എടുക്കുകയാണെങ്കിൽ 3 to 5 years ആണ്. അത് ഒറിജിനൽ റിസർച്ച് ഇൻ നാനോ ടെക്നോളജി, അതായത് ഒറിജിനലായിട്ട് നിങ്ങളുടെ റിസർച്ച് ഇൻ നാനോ ടെക്നോളജിയിലെ ഒരു ഇതാണ്. ഡിഫിക്കൽട്ടി നോക്കുകയാണെങ്കിൽ വെരി ഹൈ ആണ്, റിക്വയർ സ്ട്രോങ് STEM ബാക്ക്ഗ്രൗണ്ട് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്.
ഭയങ്കരമായിട്ടുള്ള റിസർച്ച് ചെയ്യാനും അതേപോലുള്ള കാര്യങ്ങൾ സ്റ്റെം ബാക്ക്ഗ്രൗണ്ടും ഉണ്ടെങ്കിലാണ് നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുക. വെരി ഹൈ ബട്ട് നോട്ട് ഇമ്പോസിബിൾ. സോ ഭയങ്കര ഹൈ ആണ് നമ്മൾ ബാക്കിയുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, ഇനി നാനോ ടെക്നോളജി എവിടെയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ, ഏറ്റവും ഡിമാൻഡുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് നോക്കിയാൽ USA, സിലിക്കൺ വാലി, ബോസ്റ്റൺ റിസർച്ച് ഹബ്. USA ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ഈ ഒരു പ്രൊഫഷന് ഡിമാൻഡുള്ള ഒരു കൺട്രിയാണ് USA, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ജപ്പാൻ ആൻഡ് സൗത്ത് കൊറിയ, പിന്നെ ഇന്ത്യ. ഇതിലൊക്കെ അഡ്വാൻസ് മെറ്റീരിയൽസിൻ്റെ നാനോ മെഡിസിൻ, പിന്നെ നാനോ ഇലക്ട്രോണിക്സ്, റോബോട്ടിക്സ്, DRDO, ISRO റിസർച്ച് ലാബ്സ്, അങ്ങനെ ഒരുപാട് ഇതിൽ ഭയങ്കര ഡിമാൻഡിങ് ആണ്. USA, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ജപ്പാൻ, സൗത്ത് കൊറിയ, ഇന്ത്യ. ഈ രാജ്യങ്ങളിലൊക്കെ ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷൻ ഭയങ്കര ഹൈലി ഇൻ ഡിമാൻഡാണ്. പിന്നെ ഒരു ആവറേജ് പേപ്പർ ഇയർ എത്ര നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇന്ത്യയിലാണെങ്കിൽ ഫ്രഷ് ഗ്രാജുവേറ്റിനാണെങ്കിൽ 4 to 8 lakhs per annum ആണ് കിട്ടുക. ഒരു എക്സ്പീരിയൻസ് റിസർച്ചർ ആണെന്നുണ്ടെങ്കിൽ 10 lakh to 25 lakh per annum. 10 lakh to 25 lakh per annum ആണ് ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു റിസർച്ചറിന് കിട്ടുക. PhD ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ നമുക്ക് ഇതാക്കാൻ പറ്റും. ഇനി അബ്രോഡ് USA അല്ലെങ്കിൽ ജർമ്മനിയിലൊക്കെ നോക്കുകയാണെങ്കിൽ 50 ലക്ഷം ടു 1 കോടി വരെ, 1 കോടി പ്ലസ് വരെ ഏൺ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു പ്രൊഫഷനാണ് നാനോ ടെക്നോളജിസ്റ്റ്. പിന്നെ അതേപോലെ ISRO അല്ലെങ്കിൽ DRDO സയൻറ്റിസ്റ്റിൻ്റെ ഒക്കെ ഗവൺമെൻറ് ജോബ്സ് ആണെങ്കിൽ 8 to 15 lakhs per annum എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു പേ സ്കെയിൽ വരുന്നത്. അപ്പോൾ നീഷ് ആയതുകൊണ്ട് തന്നെ പേയും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഈ ഒരു നാനോ ചെറിയ സംഭവത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർ എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുക. നല്ലൊരു ഫീൽഡായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇനി കൂടുതൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും നാനോ ടെക്നോളജിസ്റ്റിനെ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ മെൻഷൻ ചെയ്താൽ നമുക്ക് അവരായിട്ട് വല്ല ലൈവോ കാര്യങ്ങളൊക്കെ നമുക്ക് പോകാം. ഇത് മാത്രമല്ല, എല്ലാ ഫീൽഡിലത്തെ ആൾക്കാരായിട്ട് നമുക്ക് കൂടുതൽ ഒരു ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ലൈവ്സും കാര്യങ്ങളൊക്കെ പോവാം. ഇനി ഇതിൻ്റെ കുറച്ച് നല്ല കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കട്ടിംഗ് എഡ്ജ് ഫീൽഡാണ് വിത്ത് ബ്രേക്ക് ത്രൂ ഇൻ മെഡിസിൻ. അതായത് ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും കണ്ടെത്തലുകളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. പിന്നെ ഹൈ ഡിമാൻഡാണ്. R&D, ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ആണെങ്കിലും ഡിഫൻസിൻ്റെ ആണെങ്കിലും സെമി കണ്ടക്ടേഴ്സിൻ്റെ ആണെങ്കിലും റിസർച്ചിന് ഭയങ്കര ഡിമാൻഡ് ഉള്ള ഒരു സംഭവമാണ്. പിന്നെ ഗ്ലോബൽ കരിയർ ഓപ്പർച്യൂണിറ്റി, ഞാൻ പറഞ്ഞ പോലെ തന്നെ ലാബ്സിലും ടെക് ഫേംസിലും യൂണിവേഴ്സിറ്റിയിലും ഒക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡാണ് ഇത്. പിന്നെ കുറച്ച് കോൺസ്, അതായത് ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വെരി കോമ്പറ്റീറ്റീവ്, ലിമിറ്റഡ് ഇൻഡസ്ട്രി ജോബ്സ് ഇൻ ഇന്ത്യ ആയതുകൊണ്ട്, ഇന്ത്യയല്ല ഗ്ലോബലി ആയതുകൊണ്ട് ഭയങ്കര കോമ്പറ്റീഷനാണ് ആ ഫീൽഡിൽ. പിന്നെ PhD ഫോർ ടോപ്പ് പൊസിഷൻ, അതായത് നല്ലൊരു ഇതിലെത്തണം എന്നുണ്ടെങ്കിൽ PhDയും കാര്യങ്ങളൊക്കെ റിക്വയർഡാണ്. പിന്നെ എത്തിക്കൽ കോൺസേൺ, നാനോ പ്രാക്ടിക്കൽ സേഫ്റ്റി, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ്, ഒരു എത്തിക്കൽ കൺസേൺ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. നിങ്ങൾ കൂടുതൽ പഠിച്ചിട്ട് എല്ലാവരോടും പറയുക. പിന്നെ ഫ്യൂച്ചർ സ്കോപ്പുകൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, എമേർജിങ് ട്രെൻഡാണ് നാനോ മെഡിസിൻ, ഡ്രഗ് ഇൻഡസ്ട്രിയിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, ഇതൊക്കെ ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഫ്യൂച്ചറിൽ. ക്വാണ്ടം കമ്പ്യൂട്ടിങ്, നാനോ സ്കെയിൽ, സെമി കണ്ടക്ടർ, ടെക് റിലേറ്റഡ് ആയിട്ടുള്ള എനിക്ക് കാര്യമായിട്ട് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുമല്ലോ. അപ്പോൾ ഭയങ്കര ഫ്യൂച്ചറായിട്ടുള്ള ഇതാണ്. പിന്നെ ഗ്രീൻ നാനോ ടെക്, എക്കോ ഫ്രണ്ട്ലി നാനോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ, ഗ്രീനാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പോൾ ഇതിലും അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ട്. സോ ഗ്രീൻ നാനോ ടെക്, സോ ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള ഒരു കരിയർ ഓപ്ഷനാണ്, ഒരു പ്രൊഫഷനാണ്. ഇനി ഇതിൻ്റെ സ്കിൽ അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ AFM അല്ലെങ്കിൽ SEM അല്ലെങ്കിൽ TEM, മൈക്രോസ്കോപ്പി, ഇതൊക്കെ പഠിച്ചാൽ നന്നായിരിക്കും. നാനോ സ്കെയിൽ ഇമാജിനിങ്, അങ്ങനെ എന്തോ കറക്റ്റ് അറിയില്ല, പ്ലീസ് ഡു റിസർച്ച്. ഓക്കെ. പിന്നെ കമ്പ്യൂട്ടേഷണൽ നാനോ സയൻസ്, മാറ്റ്ലാബ് അല്ലെങ്കിൽ കോംസോൾ എന്ന് പറയുന്ന ഈ ഇതിൽ നിന്ന് ഈ സർട്ടിഫിക്കേഷൻസ് എടുത്താൽ ഒന്നും കൂടി ആഡഡ് അഡ്വാൻറ്റേജ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രൊഫഷനെ കുറിച്ചിട്ട്
ഗ്യാദർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ എനിക്ക് ഒരുപാട് അറിയാത്തത് കൊണ്ട് ഓഫ് കോഴ്സ് നമുക്ക് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഫീൽഡുമായിട്ട് കൂടുതൽ ബന്ധം കാര്യങ്ങളും ഉള്ളവർ കൂടുതൽ ഡീറ്റെയിൽസ് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് DM me or you can comment it. And yeah, I think നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. So until next time, see ya.